ഇത് സേതുമാധവനും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേശുവാണ്. ഇത് ദേവിയാണ്, സേതുമാധവൻ്റെ പറഞ്ഞു ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ദേവി. ഇവരുടെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടുന്നത് പ്രശസ്തമായ ഇന്ന് കിരീടം പാലം എന്നറിയപ്പെടുന്ന പാലത്തിൽ വെച്ചാണ്. നോക്കൂ, ഈ പാലത്തിൽ വെച്ചാണ് ദേവിയും സേതുമാധവനും ഒരുമിച്ച് നടക്കുന്നതും അനിയൻ വരുന്നതുമെല്ലാം. ഈ പാലത്തെപ്പറ്റി പറയാൻ കാര്യം, ഞാനിന്ന് യാദൃച്ഛികമായിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ പാലത്തെ കണ്ടു. ഇന്ന് ഈ പാലം ഇങ്ങനെ അല്ല കേട്ടോ. ഇന്ന് ഈ പാലം പുതുക്കി നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ്. ഈ ഒരു സീൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? സേതുമാധവൻ്റെ ജീവിതം അപ്പാടെ മാറ്റിക്കളഞ്ഞ ഒരു സീനാണ്. ഒരു MLA മകനാണെന്നറിയാതെ അച്യുതൻ നായർ ഒന്ന് റിയാക്ട് ചെയ്തു. അതിത്തിരി കൂടിപ്പോയി. അതാണ് സേതുമാധവൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതം നാമാവിശേഷമാക്കിയത്. ഒന്ന് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം തകർത്ത് തരിപ്പണമാക്കി. ഇത് അതിനുശേഷമുള്ള തകർന്നുപോയ സേതുമാധവൻ നടന്നു പോകുന്ന രംഗമാണ്. ഇത് നടക്കുന്നത് ഇതേ പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. ഈ പുഴ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. മറ്റു സൈഡിൽ പാടവും കാണാം. ഈ പാലം ഇന്ന് പൊളിച്ച് പുതിയതാക്കി മാറ്റി പണിയാണ്. അതിൻ്റെ അടുത്തുനിന്നുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഇതാ. പാലത്തിൻ്റെ അന്ന് സേതുമാധവൻ നടന്നുപോയ അതേ വഴിയാണ് കേട്ടോ. ഞാനിതൊന്ന് നടന്നു. ഇതാണ് ആ പാലം. പാലത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പാകത്തിന് എല്ലാം ഒരുങ്ങുന്നുണ്ട്. ചുറ്റും കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല സൗന്ദര്യമാണ്. സന്ധ്യാസമയത്ത് വന്ന് നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ ആ സിനിമയിൽ കാണുന്നത് പോലെ തന്നെ നല്ല സൗന്ദര്യമുള്ള സ്ഥലം. പക്ഷെ ഇപ്പോൾ പണി നടക്കുന്നതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഇത് ആ വഴിയാണ്. ആ വഴിയിൽ കൂടെ പാടമാണ്. ആ പാടത്തൂടെയാണ് സേതുമാധവൻ നടന്നു പോകുന്നത്. ഇന്നിത്തിരി വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ പാലത്തിലാണ് ഇരുന്നിട്ട് സേതുമാധവൻ തൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടത് ഓർത്ത് വിതുമ്പുന്നത്.